മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കേരള സർവകലാശാലയിൽ SFI പ്രതിഷേധത്തിനിടെ പുതിയ ജനറൽ കൌൺസിൽ രൂപീകരിച്ച് VC-യുടെ പ്രതികാര നടപടി. ഇതോടെ ഈ മാസം 28 വരെ കാലാവധിയുള്ള നിലവിലെ യൂണിയൻ അസാധുവാകും. വരാനിരിക്കുന്നത് സർവകലാശാല കലോത്സവം തടയാനാണ് VC-യുടെ ഈ നീക്കമെന്ന് SFI ആരോപിച്ചു. ഗോപാൽ ശിലാസനൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു എത്ര വലിയ പ്രതിഷേധത്തിലേക്കാണ് SFI കടന്നത് എന്നുള്ളത്. VC-യുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി കൂടി വന്ന സാഹചര്യത്തിൽ പ്രതിഷേധം ഇനി പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറം കടക്കില്ലേ? ഗോപാൽ ശീലാസനൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, കേൾക്കുന്നുണ്ടോ? ഗോപാലിലേക്ക് എത്താം. കേരള സർവകലാശാലയിൽ SFI പ്രതിഷേധത്തിനിടെ പുതിയ ജനറൽ കൌൺസിൽ രൂപീകരിച്ച് അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് VC-യുടെ പ്രതികാര നടപടി എന്ന തരത്തിൽ ഇതിനെ നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. ഗോപാൽ ശിലാസനൽ ചേരുന്നുണ്ട്. ഗോപാൽ, ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് VC കടക്കുമ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് സ്വാഭാവികമായും SFI കടക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടേ? തീർച്ചയായിട്ടും. കാരണം ഈ SFI പ്രതിഷേധം നാൾക്കുനാൾ കടുത്തു വരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ VC-യുടെ ഒരു പ്രതികാര നടപടി അല്ലെങ്കിൽ അസാധാരണ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഈ മാസം 28-ാം തീയതി വരെയായിരുന്നു ഈ സർവകലാശാല യൂണിയന്റെ കാലാവധി ഉണ്ടായിരുന്നത്. അതിനുള്ളിൽ കലോത്സവം നടത്താനുള്ള അല്ലെങ്കിൽ അതിന് തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറ്റവും അവസാനം കഴിഞ്ഞ മണിക്കൂർ വരെയും SFI നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ യൂണിയന്റെ കാലാവധി അവസാനിക്കുന്നതിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ, ഏകദേശം 2 ആഴ്ചക്കാലം ബാക്കി നിൽക്കെ ഇപ്പോഴുള്ള യൂണിയന്റെ കാലാവധി അവസാനിപ്പിച്ച് പുതിയ ജനറൽ കൗൺസിൽ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ് കേരള സർവകലാശാല. ഇതോടുകൂടി തന്നെ ഇനി ഈ സർവകലാശാല യൂണിയന് സർവകലാശാലയുടെ കീഴിലുള്ള യാതൊരു പ്രവർത്തനങ്ങളിലും ഏറ്റെടുക്കാൻ കഴിയുകയില്ല. 171 അംഗങ്ങൾ UUC-മാർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ജനറൽ കൗൺസിൽ ഇലക്ട്രൽ റോളാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി തുടർനടപടി എന്നോണം ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും. അതിന്റെ നോമിനേഷൻ സമർപ്പിക്കേണ്ട ദിവസം പ്രഖ്യാപിക്കും, ഇലക്ഷൻ തീയതി അടക്കം പ്രഖ്യാപിക്കും. അപ്പോഴൊക്കെയും സാങ്കേതികമായി നോക്കിക്കഴിഞ്ഞാൽ SFI-യുടെയും യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഇപ്പോഴത്തെ ഭാരവാഹികളുടെയും എല്ലാം തീരുമാനത്തെയും ആവശ്യങ്ങളെയും പൂർണ്ണമായും തൃണവൽഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് VC ഇത്തരത്തിൽ കൂടി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ സർവകലാശാല യൂണിയൻ കലോത്സവം നടത്തണമെന്ന SFI-യുടെ ആവശ്യം പൂർണ്ണമായും തള്ളുകയാണ് VC. കാരണം ഇപ്പോൾ ജനറൽ കൗൺസിൽ പൂർത്തിയാക്കിയാലും അതിന്റെ പട്ടിക പുറത്തിറക്കിയാലും ഈ അക്കാദമിക് ഇയറിൽ, അതായത് മാർച്ച് മാസം പൂർത്തിയാകുന്നതിനുള്ളിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തി കലോത്സവം നടത്തി തീർക്കാൻ കഴിയുകയില്ല. അതോടുകൂടി തന്നെ അടുത്ത ജൂണിലേക്കോ അടുത്ത അക്കാദമിക വർഷത്തിലേക്കോ ഈ വർഷത്തെ കലോത്സവ യൂണിയന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സർവകലാശാല കലോത്സവത്തിന്റെ പ്രവർത്തനങ്ങൾ തള്ളിവെക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ VC ആവശ്യപ്പെട്ട അല്ലെങ്കിൽ VC-യുടെ നിലപാട് കൂടി അവിടെ നടത്തിയെടുക്കാൻ സാധിക്കുമെന്ന മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഈ VC പ്രധാനമായും ഈ കലോത്സവം നടത്തുന്നതിന് എതിർപ്പ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ സർവകലാശാല കലോത്സവം അത് ഇപ്പോൾ നിലവിലുള്ള യൂണിയനാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു യൂണിയന് 2 കലോത്സവം നടത്താൻ കഴിയുകയില്ല. പകരം അടുത്ത വിശദാംശങ്ങൾ നൽകിയത്. കലോത്സവം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയ SFI-ക്ക് VC-യുടെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇനി വലിയ പ്രതിഷേധങ്ങളിലേക്ക് സ്വാഭാവികമായും SFI കടക്കും എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. ഗോപാൽ ശിലാസനലാണ് വിശദാംശങ്ങൾ നൽകിയത്.